സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ചങ്ങനാശ്ശേരി പെരുന്നയിലെ വീട്ടിലും ഇ ഡി പരിശോധന പുരോഗമിക്കുകയാണ്. രാവിലെ 7:34 ഈ ഇ ഡി സംഘം എത്തിയത്. കൊച്ചിയിൽ നിന്നുള്ള ഇ ഡി സംഘത്തിന്റെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഇടപാടുകൾ നേരത്തെ നടത്തിയതെന്ന അടക്കമുള്ള പരിശോധനകൾ ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തുനിന്നും മുരാരി ബാബുവിന്റെ വീട്ടിൽ നടത്തിയിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് കേസിൽ അറസ്റ്റിലായതും ഇപ്പോൾ ജയിലിൽ തുടരുന്നതും. ഇതിനിടെയാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി ഇ ഡി പരിശോധനകളുടെ തുടർന്ന് പെരുന്നയിലെ വീട്ടിലും ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്. എന്തായാലും പരിശോധനാ സംഘം ഇപ്പോൾ 1 മണിക്കൂറോളം പിന്നിടുകയാണ്. വീട്ടിൽ നേരത്തെ ഈ മുരാരി ബാബുവിന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപാടുകൾ കൂടാതെ അനധികൃതമായി സ്വത്തുണ്ടായി എന്ന തരത്തിലുള്ള വിവരങ്ങളും വിജിലൻസിന് ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളടക്കം ഇ ഡി പരിശോധിക്കും. പ്രത്യേകിച്ച് ആഡംബര വീട് വെച്ചതിലടക്കമുള്ള കാര്യങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. ഇപ്പോഴും സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പരിശോധനയുടെ ഭാഗമായി പെരുന്നയിലെ പരിശോധനയും പുരോഗമിക്കുകയാണ്. ദിവ്യ. പെരുന്നയിലെ വീട്ടിൽ മുരാരി ബാബുവിന്റെ വീട്ടിൽ, അതുപോലെ തന്നെ എൻവാസുവിന്റെ വീട്ടിൽ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടുകളിലൊക്കെ ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിവരികയാണ്. രാവിലെ 7 മണിയോടുകൂടി വിവിധയിടങ്ങളിലായി അന്വേഷണ സംഘം അവിടെ എത്തുകയും അവിടെ രേഖകൾ പരിശോധിച്ചു വരികയും അതുപോലെ തന്നെ വീട്ടിലുള്ളവരിൽ നിന്ന് മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്യുകയാണ്. പ്രധാനമായി ഇതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നതാണ് പരിശോധിക്കുന്നത്. ഇതിലിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. പത്മകുമാറിന്റെ വീട്ടിൽ, അവിടെ തിരുവനന്തപുരത്തെ വീട്ടിലും പരിശോധന, ആറന്മുളയിലെ വീട്ടിലും പരിശോധന വരുന്നുണ്ട്. ചങ്ങനാശ്ശേരിയിൽ മുരാരി ബാബുവിന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. എൻവാസുവിന്റെ വീട്ടിൽ, തിരുവനന്തപുരത്തെ വീട്ടിലും ഇ ഡി ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി വരുന്നു. കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ പരിശോധന നടക്കുന്നുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിൽ പരിശോധന നടക്കുന്നുണ്ട്. ഗോവർദ്ധന്റെ വീട്ടിൽ പരിശോധന നടക്കുന്നുണ്ട്. അങ്ങനെ ഈ സ്വർണ്ണപ്പാടികളുമായി പോയിടങ്ങൾ, പണം കൈമാറിയിടങ്ങൾ, ഇത് സ്വർണം പൂശുന്നതിനുമൊക്കെ പോയ ഇടങ്ങൾ, എല്ലായിടത്തും പരിശോധനകൾ നടത്തി വരികയാണ്. ഇത് എനിക്ക് തോന്നുന്നു ദിവ്യ, ഇത് SITയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞ കാര്യങ്ങൾ, അതായത് ഈ പറയുന്ന ആളുകളുടെയൊക്കെ വീടുണ്ട്. മുരാരി ബാബു ആയാലും എൻവാസു ആയാലും പത്മകുമാറും ഒക്കെ ഇതിൽ പ്രതി ചേർക്കപ്പെട്ട ആളുകളാണ്. അവരുടെ വീടുകളിൽ, അതായത് SIT അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ ആളുകളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെയാണ് ഇപ്പോൾ പരിശോധനകൾ. പ്രതികളുടെ മാത്രമല്ല കേട്ടോ, ചിലരുടെ സഹോദരിയുടെ വീട്ടിൽ പരിശോധന നടക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥൻ രാജേന്ദ്ര പ്രസാദിന്റെ വീട്ടിൽ പരിശോധന നടക്കുന്നു. അപ്പോൾ SITയുടെ അന്വേഷണവും ഇ ഡിയുടെ അന്വേഷണവും ഒരേ വഴിയിൽ, ഒരേ ഗതിയിലല്ല. ഒരിടത്ത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരൊക്കെ അതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണെങ്കിൽ ഇതിന്റെ മറവിൽ കള്ളപ്പണ ഇടപാട്, കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ എന്നാണ് ഇ ഡി പരിശോധിക്കുന്നത്. ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥൻ രാജേന്ദ്ര പ്രസാദിന്റെ വീട്ടിൽ, എറണാകുളത്തെ അങ്കമാലിയിലെ വീട്ടിലാണ് പരിശോധന നടക്കുന്നത്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീയുടെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. SIT ജയശ്രീ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. മുൻകൂർ ജാമ്യത്തിന്റെ ഇളവിലൊക്കെ അറസ്റ്റിൽ നിന്ന് ഒഴിഞ്ഞ് മാറുകയാണ് ജയശ്രീ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാക്കനാടുള്ള വീട്ടിലും പരിശോധന നടന്നു വരുന്നു എന്നാണ് വിവരങ്ങൾ. സിജോ വി ജോൺ കൂടുതൽ വിവരങ്ങൾ നൽകാനുണ്ട് റെയ്ഡിന്റെ. സിജോ, ഇപ്പോൾ SITയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ ആളുകൾ, കണ്ടെത്തിയ പ്രതികൾ, ഈ പ്രതി ചേർക്കപ്പെട്ട ആളുകൾ, ഇവരുടെ വീടുകളിൽ മാത്രമാണോ, ഇവരുടെ സ്ഥാപനങ്ങളിൽ മാത്രമാണോ, അല്ലെങ്കിൽ ഇ ഡി സ്വന്തമായി അന്വേഷണത്തിൽ കണ്ടെത്തിയ ആളുകളുടെ വീടുകളിലും ഇന്ന് പരിശോധനയുണ്ടോ? ചിലയിടങ്ങളിൽ അത്തരത്തിൽ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഈ പ്രതികളുമായി കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് പരിശോധന ഇ ഡി നടത്തുന്നത്. ഈ ഇ ഡി പരിശോധിക്കുന്നത് കള്ളപ്പണ ഇടപാടാണ്. സ്വാഭാവികമായും ഈ തട്ടിപ്പുലിയുടെ കണ്ടെത്തിയിരിക്കുന്ന ഇവർക്ക് ലഭിച്ചിരിക്കുന്ന പണം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇവർ സ്വന്തം ആളുകളുടെ പേരിൽ, സ്വന്തം പേരിൽ വസ്തുക്കൾ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ബിസിനസ് ഏർപ്പെടുത്തുന്നതിനോ ഒന്നും വിനിയോഗിക്കില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പിന്നീട് പരിശോധിക്കപ്പെടും. കേസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കുരുക്കിലേക്ക് പോകും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഇത്തരം ആളുകൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് അവരുടെ അടുത്ത സുഹൃത്തുക്കളുടെയോ അല്ലെ ബിനാമി ഇടപാടുകളിലൂടെയൊക്കെയാണ് പണം ചെലവഴിക്കുന്നത്. അങ്ങനെ സാധ്യതയുള്ള ചില വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രതികളുമായി കണക്ട് ചെയ്തിരിക്കുന്ന പല ആളുകളുമായി ബന്ധപ്പെട്ടും വീടുകളും അതോടൊപ്പം തന്നെ വ്യവസായ സ്ഥാപനങ്ങളും ബിസിനസ് കേന്ദ്രങ്ങളും ഉൾപ്പെടെ സ്ഥലങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട്. അപ്പൊ ഇ ഡിക്ക് ഒരു പ്രാഥമികമായ ഒരു വിലയിരുത്തലുണ്ട്. ഒരു പ്രതി, ആ പ്രതി അയാൾക്ക് ലഭിച്ചിരിക്കുന്ന പണം ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് വിനിയോഗിച്ചിരിക്കുന്നത്, ഏതെല്ലാം ബിസിനസ്സുകളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്, അങ്ങനെയുള്ള ചില സ്ഥലങ്ങൾ കൂടി പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത് ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന ഒരു പരിശോധനയല്ല. തുടർ പരിശോധനകൾ തീർച്ചയായും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഇതിന്റെമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്.
പരമാവധി തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. നേരത്തെ SIT ഇതുമായി ബന്ധപ്പെട്ട ചില പരിശോധനകൾ നടത്തിയിരുന്നു. SITയുടെയും അതോടൊപ്പം തന്നെ EDയുടെയും അന്വേഷണം രണ്ട് ഗതികളാണ് പോകുന്നത്, അല്ലെങ്കിൽ രണ്ടിടങ്ങൾ കേന്ദ്രീകരിച്ചാണ്. SIT പ്രധാനമായി ഈ സ്വർണ്ണക്കൊള്ളയിൽ സ്വർണം കൊണ്ടുപോയി തട്ടിയെടുത്തു, അത് ഉരുക്കി തട്ടിയെടുത്തു, അതിലൂടെ ആരൊക്കെ പണം സമ്പാദിച്ചു, ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ ഇതിന് സഹായം ചെയ്ത് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ED പരിശോധിക്കുന്നത് ഇതിലൂടെ ലഭിച്ചിരിക്കുന്ന ഈ ഇടപാടുകളിലൂടെ നടത്തിയിരിക്കുന്ന കള്ളപ്പണം കാര്യങ്ങളെ കുറിച്ചാണ്. അത് ഈ സ്വർണ്ണക്കൊള്ള മാത്രമായിരിക്കില്ല വരിക, അതിനപ്പുറത്തേക്ക് ഈ പ്രതികളുടെ മറ്റ് ഇടപാടുകൾ കൂടി പരിശോധനയിലേക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്യും. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത് കഴിഞ്ഞ 20 വർഷത്തെ ശബരിമലയിലെ ഇടപാടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വേണമെന്ന്. അപ്പോൾ ഇവിടെ ഈ നിലവിൽ ചേർക്കപ്പെട്ട ആളുകൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. സ്വാഭാവികമായും EDയുടെ അന്വേഷണവും അത്തരത്തിലുള്ള ഒരു വ്യാപ്തിയിലേക്ക് പോകുമെന്നാണ്. ഒരേ സമയത്ത് വിവിധയിടങ്ങളിൽ പരിശോധന നടത്തുക എന്ന് പറയുമ്പോൾ ഈ രേഖകൾ, മറ്റ് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള തെളിവുകൾ അതൊക്കെ മാറ്റാനുള്ള ഒരു ടൈം അതുകൂടി ഒഴിവാക്കുക ലക്ഷ്യമിട്ടായിരിക്കുമല്ലോ ഒരേ സമയത്തുള്ള പരിശോധന.